ഹാഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ആനു വ്ളോഗ് 82 പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമായ സ്വാഗതം. ഞങ്ങൾ രാവിലെ പള്ളിയിലോട്ടൊന്ന് പോവുകയാണ്. ഞാനുണ്ട്, ബിനു കുണ്ട്രയുണ്ട്, അച്ചു കിച്ചു സീനയൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളെ പള്ളി എന്ന് പറയുന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് സനയുടെ അടുത്തുള്ള പള്ളിയിലേക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ് ഉള്ളത്. ഫ്രൈഡേയും പിന്നെ അതുപോലെ തന്നെ വെനസ്ഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ ഫ്രൈഡേ ഒക്കെയാണ് പോണത്. പള്ളിയിലൊക്കെ പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകണം. പള്ളിയിലൊക്കെ പോയി സർവീസൊക്കെ കൂടി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകണം. ഇതാണ് പ്ലാന്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇന്നലെ നൈറ്റ് നമ്മൾ ചില വിന്റർ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ തന്നെ ഏകദേശം 2 മണിയോളം ആയി. ഇപ്പോൾ രാവിലെ എണീച്ച് പള്ളിയിലേക്കൊന്ന് പോവുകയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ രാവിലത്തെ ഞങ്ങളൊരു വീക്കെൻഡ് വൈബ്സ് ഒക്കെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ ഏകദേശം 7:30 മണിയായപ്പോൾ സന ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള സിറ്റി ഫർണിച്ചറിൻ്റെ ഓപ്പൺ ഗ്രൗണ്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ പള്ളിയിലേക്ക് പോയി. പള്ളിക്ക് സ്വന്തമായിട്ട് പാർക്കിംഗ് സൗകര്യങ്ങളൊന്നുമില്ല. എന്തായാലും എപ്പോഴും പള്ളിയിൽ വരുന്ന സമയത്ത് ഈ ഒരു സിറ്റി ഫർണിച്ചറിൻ്റെ ഓപ്പൺ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ സൽമാനിയ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലോ ആപ്പിൾ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെയാണ് വണ്ടി പാർക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറി ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 10 മണിയോളമായി. എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയായിരുന്നു. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സമയത്താണ് നിഗാസിൻ്റെ കോൾ വന്നത്. ആണ് ഫ്രീ ആയിരുന്നു. ഞങ്ങൾ നേരെ സെഗയിൽ പോയി നിഗാസിനെ പിക്ക് ചെയ്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. ആദ്യം പോകാൻ തീരുമാനിച്ചത് ശ്രീനിവാസ് പുട്ടിലേക്കാണ്. നേരെ ശ്രീനിവാസ് പുട്ടിലേക്ക് പോയി അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ശ്രീനിവാസ് പുട്ടിനകത്തേക്ക് കയറിയ സമയത്താണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ കാര്യം പറഞ്ഞത്. അങ്ങനെ എങ്ങോട്ട് പോകുമെന്നുള്ള ചിന്തയിൽ റോഡിൽ നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്തുള്ള രസം റെസ്റ്റോറൻറ്റ് കാണാനിടയായത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് രസം റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. എന്തായാലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ നേരെ രസം റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അപ്പോൾ ശ്രീനിവാസ് പുട്ടിൽ പുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നേരെ ഇതേതാണ് രസം, പ്യുവർ വെജിറ്റേറിയൻ. നമ്മളിപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് രസത്തിലെത്തി. ഇഡ്ഡലിയുണ്ട്, പുട്ടുണ്ട്, പൂരി, മസാല ദോശ, നെയ്ദോശ, പ്ലെയിൻ ദോശ, സെറ്റ് ദോശ, ഊത്തപ്പം, ഒനിയൻ ദോശ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. എന്തായാലും ഞങ്ങൾ 2 സെറ്റ് മസാല ദോശയും നെയ്റോസ്റ്റും തട്ടുദോശയും ഇഡ്ഡലിയും പൂരി ബജിയാണ് ഓർഡർ ചെയ്തത്. എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചു. വട അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വടയൊക്കെ ഓർഡർ ചെയ്ത് കാത്തിരുന്നതാണ്, പക്ഷേ വട ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടാറ് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റാണ് ഇത്. ശ്രീനിവാസ് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. മാക്സിമം ഒരു 10-12 സീറ്റിംഗ് കപ്പാസിറ്റിയേ ഉള്ളൂ. എന്തായാലും നല്ല തിരക്കാണ്. ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാരാണ് അകത്തേക്ക് കയറാനുണ്ടായിരുന്നത്. ഈ പള്ളി പിരിഞ്ഞ് വരുന്ന ഒട്ടുമിക്ക ആൾക്കാരെ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. എന്തായാലും മനോഹരമായ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് രസം റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ കാർ പാർക്കിൽ തന്നെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നല്ല പൊടിക്കാറ്റും അതുപോലെ തന്നെ മഴക്കോളൊക്കെ കാണുവാനിടയായത്. അവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ സൽമാനിയയിൽ നിന്ന് യാത്ര തിരിച്ച് സെഗയിൽ വന്നു. നിഗാസിനെ അവിടെ ഡ്രോപ്പ് ചെയ്തു. നേരെ ഉമ്മലസത്തേക്ക് പോയി. ഉമ്മലസത്ത് അച്ചുവിനെയും കിച്ചുവിനെയും സീനയൊക്കെ അവിടെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ ഉച്ചക്കുള്ള ഫുഡ് മേടിക്കാൻ വേണ്ടി നേരെ ബാങ്കോക്കിൽ പോകുന്ന സമയത്താണ് ഉമ്മലസൻ റൗണ്ട് ഔട്ട് വെച്ചിട്ട് നമ്മൾ സാവുത്തിനെയും കുടുംബത്തെയും കാണുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവരെ പിക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് ഇറക്കി. വീണ്ടും ഞങ്ങൾ ഫുഡ് മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇന്നത്തെ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഒരു ഫ്രൈഡേ വീഡിയോയിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ പോക്കും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ കൊച്ചു സന്തോഷങ്ങളാണ് നിങ്ങൾ ഇതിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതൊരു ഗുഡ് ബൈ.